ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ടുള്ള പാവ് ഭാജി മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു ഭാജിയാണ്. നോർമലായിട്ട് ഇത് പാവ് ബണ്ണിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടി പൂരിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് കൂട്ടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഭാജിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. അപ്പോൾ നമുക്ക് പാവ് ഭാജി മസാല ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 മീഡിയം സൈസ് പൊട്ടാറ്റോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കുക്കറിലോട്ട് മാറ്റാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ ക്യാരറ്റും ഒരു ചെറിയ കഷ്ണം ബീറ്റ്റൂട്ടാണ്. ബീറ്റ്റൂട്ട് നിർബന്ധമില്ല കേട്ടോ, ഞാനൊരു കളറിന് വേണ്ടിയിട്ട് ചേർത്തെടുത്തതാണ്. അപ്പോൾ നിങ്ങളെ കൈമേലുണ്ടെങ്കിൽ ചേർത്തെടുക്കുക. അപ്പോൾ നമ്മൾ പാവ് ഭാജി മസാലയ്ക്ക് നല്ലൊരു റെഡ് കളറ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി ചേർത്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഗ്രീൻ പീസാണ് ഞാൻ ചേർത്തെടുക്കുന്നത്. ഫ്രോസൺ ഗ്രീൻ പീസാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങളടുത്ത് ഇങ്ങനത്തെ ഫ്രഷ് ഗ്രീൻ പീസ് ഇല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസ് സോക്ക് ചെയ്തതിന് ശേഷം സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചിട്ടെടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് പൊട്ടാറ്റോൻ്റെ കൂടെ മാഷ് ചെയ്തെടുത്താൽ മതി. ഇനി ആവശ്യത്തിന് വെള്ളം ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് വെന്ത് വന്നോട്ടെ, എന്നാലാണ് നമുക്ക് നല്ലോണം മാഷ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കുക്കറിൽ നിന്ന് വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി സ്റ്റീമൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയിട്ട് നല്ലോണം മാഷ് ചെയ്തെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സവാളൊക്കെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഒരു കടായി ചൂടായതിന് ശേഷം അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് പാവ് ഭാജി മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മീഡിയം സൈസ് സവാളയാണ് അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയിട്ടെടുക്കുക. അപ്പോൾ നിങ്ങൾ ഉള്ളി അരിയുന്ന സമയത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതൊന്ന് നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കണം. ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തതിന് ശേഷം നല്ലോണം വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറ്റിയിട്ടെടുക്കണം. ഇപ്പോൾ നമ്മൾ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ നല്ലോണം വാടി കിട്ടിയിട്ടുണ്ട്, നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3/4 കപ്പ് ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തതാണ് അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ക്യാപ്സിക്കം അരിയുന്ന സമയത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് മാഷ് ചെയ്തെടുക്കുമ്പോൾ എളുപ്പമായിരിക്കും. ഇത് നല്ലോണം വഴറ്റിയിട്ട് എടുക്കണം. ക്യാപ്സിക്കം നല്ലോണം വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളിയാണ് അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. തക്കാളി നല്ലോണം മാഷായിട്ട് കിട്ടണം. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കട്ടോ. തക്കാളി ചേർത്തതിന് ശേഷം നമുക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തക്കാളി നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ തക്കാളി നല്ലോണം വാടി കിട്ടണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലോണം വെവിച്ചിട്ടെടുക്കാം. തക്കാളിയൊക്കെ നല്ലോണം വാടി വരാനായിട്ട് നമ്മൾ കുറച്ച് സമയം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ തുറന്ന് നോക്കുക. അപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ചെറിയ ജീരകത്തിൻ്റെ പൗഡർ, 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് വലിയ ജീരകം പൊടിച്ചത്, പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണ് പാവ് ഭാജി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൈമലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ മസാലയ്ക്ക് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കൈമലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിർബന്ധമില്ല. അപ്പോൾ ഇതാണ് ഞാനിതിൽ ചേർത്തിട്ടുള്ള പാവ് ഭാജി മസാല. പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഈ മസാലകളൊക്കെ ഒന്ന് വേവിച്ചിട്ടെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയിട്ടെടുക്കുക. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഒന്ന് മാഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ പൊട്ടാറ്റോയും ക്യാരറ്റൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു മാഷർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാഷ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഉടച്ചിട്ടെടുക്കുക. ഇപ്പം നമ്മൾ മസാലയൊക്കെ നല്ലോണം വഴന്ന് നല്ല അതിൻ്റെ പച്ചമുളക് മാറിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുക. പൊട്ടാറ്റോ കംപ്ലീറ്റ് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലോണം മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടി നമ്മൾ നല്ലോണം ഉടച്ചു കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തക്കാളീൻ്റെ ഉള്ളിൻ്റെ ഒക്കെ ചെറിയ അംശങ്ങളൊക്കെ ഉടഞ്ഞ് കിടക്കാനുണ്ടെങ്കിൽ നല്ലോണം ഒന്നും കൂടി മാഷായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം ഉടച്ചു കൊടുക്കുക. മാക്സിമം നല്ലോണം ഉടച്ചിട്ടെടുക്കാൻ നോക്കട്ടോ. അപ്പോഴാണ് നമ്മൾ പാവ് ഭാജി മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുക.
ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം നല്ലോണം മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓൾറെഡി വെന്തതാണ്. എന്നാലും ആ മസാലൻ്റെ പച്ചക്കുത്തൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതൊന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ പാവ് ഭാജി മസാല എന്ന് പറയുന്നത് അധികം തിക്കായിട്ടുള്ളോ അധികം ലൂസായിട്ടുള്ള ഗ്രേവി അല്ല, ഒരു മീഡിയം തിക്നെസ്സിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് തിളപ്പിച്ചിട്ട് എടുക്കണം, അല്ലെങ്കിൽ വേഗം തന്നെ അടുക്കി പിടിക്കും. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് പാകത്തിന് ഗ്രേവിയൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുക. കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് തക്കാളീൻ്റെ ഒക്കെ പുളി ഉള്ളതുകൊണ്ട് ഇവിടെ അത്ര പുളി ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് ലെമണിൻ്റെ ഫ്ലേവറും കൂടി വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക, അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ചും കൂടി മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്പെഷ്യൽ പാവ് ഭാജി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ സെർവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനിവിടെ പാവ് ബണ്ണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോഴാണ് നമ്മൾ ഇത് കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു പാനിലോട്ട് ചൂടായതിന് ശേഷം കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് പാവ് ഭാജി മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. കുറച്ച് മല്ലിയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടറിൽ മാത്രം ചെയ്തെടുത്താലും മതി കേട്ടോ. അത് സെർവ് ചെയ്യുന്ന സമയത്ത് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബണ്ണ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് ഈ ബട്ടറിലിട്ടിട്ട് നല്ലോണം ടോസ്റ്റ് ചെയ്തെടുക്കണം. ബണ്ണ് ഇതുപോലെ ബട്ടറിൽ ടോസ്റ്റ് ചെയ്തതിന് ശേഷം മസാലയുടെ കൂടെ കൂട്ടി കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഭാജി മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ബട്ടറും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ലെമണിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് ലെമണിൻ്റെ ജ്യൂസും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.